ഹായ് ഫ്രണ്ട്സ്, ഈ സിനിമയുടെ ആദ്യം കാണിക്കുന്നത് ഒരു ചെറിയ ഗ്രാമമാണ്. പെൺകുട്ടിയുടെ പ്രസവത്തിന് വേണ്ടിയായിരുന്നു ഇവിടെ എല്ലാവരും കൂടെ കൂടി നിൽക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ആചാരം എന്ന് വെച്ചാൽ പെൺകുട്ടികളാ ജനിക്കുന്നെങ്കിൽ അവരെ ഈ പാലിൽ തന്നെ മുക്കി കൊന്നുകളയും. ഈ സീനിൽ കാണിക്കുന്ന ഈ മനുഷ്യന്റെ പേരാണ് രാംചരൺ. ഇയാൾ ആ ഗ്രാമത്തിൽ തന്നെ ഏറ്റവും വലിയ കോടീശ്വരൻ. മക്കൾക്ക് വേണ്ടി കല്യാണം ആലോചിക്കാൻ വേണ്ടി സ്ഥിരമായ ഒരു ബ്രോക്കർ അവിടെ വരുമായിരുന്നു. നാട്ടിൽ പെൺകുട്ടികൾ ഇല്ലാത്തതുകൊണ്ട് പുറത്തെ ഗ്രാമത്തിൽ നിന്നായിരുന്നു പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാംചരന്റെ മൂത്ത മകനോട് കൂട്ടുകാരൻ പറയുന്നത് അവന്റെ കല്യാണം ഉറച്ചു എന്ന്. അടുത്ത ഗ്രാമത്തിൽ നിന്നാണ് പെൺകുട്ടിയെ കൊണ്ടുവന്നത്. അങ്ങനെ അവൻ വീട്ടിൽ ചെന്ന് അച്ഛനോട് പറയാണ്, എന്റെ കൂട്ടുകാരന്റെ വില കല്യാണം മുറിച്ചു, എന്റെ കല്യാണം പെട്ടെന്ന് വേണമെന്ന്. എന്റെ കൂട്ടുകാരന്റെ കല്യാണത്തിന് അവന് പോയായിരുന്നു. അപ്പോഴാണ് പ്രതീക്ഷിക്കാത്തൊരു കാര്യം നടന്നത്. ആ പെൺകുട്ടിയായിട്ട് വന്നത് ഒരു പെൺകുട്ടിയല്ലായിരുന്നു, അത് ആൺ പെൺവേഷം കെട്ടിയ ഒരാളായിരുന്നു. കല്യാണ പന്തലിൽ വെച്ച് തന്നെ എല്ലാവരും അവനെ കളിയാക്കി ചിരിക്കുകയും അവന്റെ കല്യാണം മുടങ്ങുകയും ചെയ്ത. അങ്ങനെ ആ രാംചരന്റെ മക്കൾക്ക് വേണ്ടി പെണ്ണ് ആലോചിക്കാൻ വേണ്ടി അടുത്ത ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു ബ്രോക്കർ. അവിടെ വെച്ചൊരു പെൺകുട്ടിയുടെ ശബ്ദം കേട്ട് അവളുടെ പുറകെ പോകും. അയാൾ പെൺകുട്ടിയുടെ വീട്ടിലെത്തി പെണ്ണ് ചോദിക്കുകയാണ്, തന്റെ മകളെ ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് കല്യാണം കഴിച്ചു തരും. പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ഗ്രാമത്തിലേക്ക് വിടാമെന്ന് സമ്മതിക്കുകയുണ്ടായി. കുട്ടിയുടെ അച്ഛൻ ഒരു പണക്കൊതിയനാണ്. അയാൾക്ക് പണം മാത്രമായിരുന്നു വേണ്ടത്. കുറച്ച് പണം വാഗ്ദാനം ചെയ്തിട്ടായിരുന്നു ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ സമ്മതി. അതുപോലെ തന്നെ രാംചരണും മക്കളും ആ പെൺകുട്ടിയെ കാണാൻ വന്നായിരുന്നു. അങ്ങനെ അവരൊരു ഡീല് വെക്കുകയും ചെയ്തു. അവൾ ഒരാൾക്ക് മാത്രമല്ല അയാളുടെ 5 മക്കൾക്കും ഇവൾ ഭാര്യയായിരിക്കണം എന്നായിരുന്നു. മനസ്സോടെ ആ പെൺകുട്ടിക്ക് സമ്മതിക്കേണ്ടി വന്നു. ഒരു പന്തല് വെച്ച് തന്നെ 5 പേരെ അവൾ വിവാഹം കഴിക്കുകയും ചെയ്തു. അന്ന് രാത്രി തന്നെ അവരൊരു ടൈം ടേബിൾ ഉണ്ടാക്കുകയാണ്, ആരൊക്കെ ഏതൊക്കെ ദിവസമാണ് അവളുടെ കൂടെ നിൽക്കേണ്ടത്. അങ്ങനെ ചർച്ചക്കിടയിൽ അച്ഛനായ രാംചരണും പറയുകയാണ്, എന്റെ ഭാര്യ മരിച്ചിട്ട് കുറേ വർഷങ്ങളായി, എനിക്കും പെൺകുട്ടിയുടെ കൂടെ താമസിക്കാൻ ആഗ്രഹമുണ്ടെന്ന്. അങ്ങനെ അതിനും ആ മക്കൾ സമ്മതിക്കുകയാണ്. അങ്ങനെ അന്ന് രാത്രി ആ പെൺകുട്ടിയുടെ അടുത്ത് പോയത് ആ അച്ഛനായ രാംചരണായിരുന്നു. അവളുടെ അടുത്ത് ആരാ വന്നതെന്ന് അവൾ കണ്ട പോലുമില്ല. രാവിലെ ആയിരുന്നു അവൾ അറിഞ്ഞത് ഇതെല്ലാം. കൂടാതെ തന്നെ ആ വീട്ടിലെ എല്ലാ ജോലിയും അവൾ ചെയ്യേണ്ടി വരികയാണ്. അവൾക്കൊരു നരകതുല്യമായ ഒരു ജീവിതമായിരുന്നു അവിടെ അത് കാത്തിരുന്നത്. അങ്ങനെ ഒരു ദിവസം അവളോട് അവർ പശുവിനെ കറക്കാൻ വേണ്ടി പറയുകയായിരുന്നു. പക്ഷേ അതിലെ ഏറ്റവും ഇളയ മകന് മാത്രമേ ഉള്ളായിരുന്നു ആ പെണ്ണിനോട് ഇത്രയെങ്കിലും സ്നേഹവും കരുണയും ഉള്ളത്. ആ രാത്രികളിലും അവൾക്ക് പീഡനം തന്നെയായിരുന്നു. അവളുടെ പോലും അനുവാദമില്ലാതെയായിരുന്നു എല്ലാവരും അവളെ പീഡിപ്പിക്കുന്നത്. അതിൽ ഏറ്റവും ഇളയ മകൻ മാത്രമായിരുന്നു അവളോട് സ്നേഹമായിട്ട് സംസാരിക്കുന്നതും സഹായിക്കുന്നതും. അവൾക്കും അവനെയാണെന്ന് ഇഷ്ടമെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ആ പയ്യനെ അവരെല്ലാവരും കൂടി കൊല്ലുകയും ചെയ്തു. അങ്ങനെ അവൻ മരിച്ചിട്ട് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അവൾ അവളുടെ ദുരിതങ്ങളെല്ലാം ഒരു ലെറ്ററിൽ എഴുതി അച്ഛൻ്റെ കൈ കൊടുക്കാൻ വേണ്ടി പറയുക. അച്ഛൻ അവളെ കാണാൻ വന്നു. പക്ഷെ ഒരിക്കലും അവൾക്ക് ആശ്വാസം ഉണ്ടാവുന്ന കാര്യമല്ലായിരുന്നു നടന്നത്. അയാൾ അവളുടെ കൂടെ അല്ലായിരുന്നു നിന്നത്, മറ്റവരുടെ കൂടെ. അങ്ങനെ ഒട്ടും സഹിക്കാൻ പറ്റാതെ ആയപ്പോൾ വേലക്കാരനായ പയ്യന്റെ സഹായത്തോടെ ആ നാട് വിടാൻ അവൾ തീരുമാനിച്ചു. അവൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ഇത് കണ്ടുകൊണ്ട് വന്ന ആ വേലക്കാരൻ പയ്യനെ അവർ കൊല്ലുകയും അതുപോലെ തന്നെ അവരെല്ലാവരും കൂടി ചേർന്ന് ആ പെൺകുട്ടിയെ തൊഴുത്തിൽ തന്നെ ചങ്ങലക്കിടുകയും ചെയ്തു. അതേസമയം തന്നെ ആ മരിച്ച കുട്ടിയുടെ സമുദായത്തിലുള്ളവർ പകരം വീട്ടണമെന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നു. അന്ന് രാത്രി അവരുടെ വീട്ടിലേക്ക് വരികയാണ്. ഒരിക്കൽ അവൾ കിടക്കുന്ന കണ്ടപ്പോൾ നീയാണ് മരണത്തിന് കാരണം എന്ന് പറഞ്ഞ് അവിടെ വെച്ച് തന്നെ അവളെ പീഡിപ്പിച്ചു. അങ്ങനെ അവിടെ പുതിയൊരു ജോലിക്കാരനായ പയ്യൻ വന്നു. അവനായിരുന്നു അവൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തത്. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ അവൾ ഗർഭിണിയാവുകയും ചെയ്തു. കുട്ടിയുടെ അച്ഛൻ ആരാന്ന് പോലും അവൾക്കറിയില്ല. ആണെന്ന് പോലുമുള്ള മനസാക്ഷി കാണിക്കാതെ പിന്നെ അവളെ ശാരീരികമായി ഉപദ്രവിക്കുകയായിരുന്നു. അങ്ങനെ പീഡനത്തിനൊടുവിൽ അവൾ ഒരു കുട്ടിക്ക് ജന്മം നൽകുകയും ചെയ്തു. ഈ ഒരു രീതിയിൽ തന്നെ അവളുടെ ജീവിതം മുന്നോട്ട് പോവുകയാണ്.